നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ രാജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നപ്പോ രാജുവിന്റെ ജോലി നഷ്ടപ്പെട്ടു, വരുമാനം നിലച്ചു, ഈ വീട്ടിലെ സന്തോഷം നഷ്ടമായി, ശ്രീയുടെ വിവാഹം മുടങ്ങി, പ്രിയച്ചിക്ക് ഭർത്താവിന്റെ അടുത്തേക്ക് പോകാൻ കഴിയാതെയായി. ഇതിത്രയും ഞാൻ എന്റെ കൺമുന്നിൽ കാണുന്ന പ്രശ്നങ്ങളാ. കാണാത്തത് ഇനിയും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന രാജു ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാനോ ഞാൻ കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. എനിക്കറിയാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം എന്റെ ഒരാളുടെ ഒരു തീരുമാനം മാത്രമാണ് കാരണമെന്ന്. മാഡം അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഈ വീട്ടിൽ ഇതിനു മുൻപും ഇതേപോലെ പല സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസാ. എന്റെ ജീവിതത്തില് ഏകദേശം എക്കാലത്തും ഇതുപോലുള്ള വെല്ലുവിളികൾ തന്നെയാ. അത് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവില്ല. ആ മാഡം, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. രാവിലെ പ്രിയച്ചി മാഡത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു അല്ലേ? കുറ്റപ്പെടുത്തി സംസാരിച്ചതൊന്നും അല്ലത്. പ്രിയച്ചിയുടെ വിഷമങ്ങൾ പറഞ്ഞതാ, അത്രേ ഉള്ളൂ. മനസ്സിലായി. അമ്മയെല്ലാം പറഞ്ഞിരുന്നു എന്നോട്. പ്രിയച്ചി അങ്ങനെയൊക്കെ സംസാരിച്ചതിന് മാഡം ക്ഷമിക്കണം. പ്രിയച്ചിക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. സോറി മാഡം. അയ്യോ, രാജു എന്തിനാ സോറിയൊക്കെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം എന്റെ ഒരാളുടെ തീരുമാനത്തിന്റെ ഫലമാണ്. അപ്പോ ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? മാഡം ക്ഷമയൊന്നും ചോദിക്കണ്ട. ശരി, രാജുവിന്റെ തണല്ല ഞാനിപ്പോ, അല്ലേ? അച്ഛന്റെയും അമ്മയുടെയും പ്രിയച്ചിയുടെയും ശ്രീയുടെയും ഐഷുവിന്റെ ഒക്കെ കൂടെ ഇപ്പോ ഞാനും. മാഡം, ഞാനേ ഇപ്പൊ ആരുടെ തണലിൽ പോയി നിൽക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. രാജു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാജുവിന്റെ തണല എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസം. വല്ലാത്തൊരു കംഫർട്ട് ഫീൽ ചെയ്യും രാജുവിന്റെ കരുതലെന്ന ആ തണലിൽ നിൽക്കുമ്പോ. ഓരോ പ്രതിസന്ധികളെയും പിഴുതെറിയാനുള്ള ഊർജം കിട്ടും ആ തണലിൽ നിൽക്കുമ്പോ. രാജു ഒന്നും പറയണ്ട. രാജുവിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. നല്ല ദിവസങ്ങൾ വരും ജീവിതത്തിലേക്ക്. ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നത് രാജുവിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടായിരിക്കും. നോക്കാം. എന്നാ കിടന്നാലോ? എന്നാ ഞാൻ പോയി പായടിച്ചിട്ട് വരാം. എനിക്കറിയില്ല രാജു, എത്ര നാൾ സത്യം മറച്ചു വെച്ച് രാജുവിനൊപ്പം ഉണ്ടാകാൻ കഴിയുമെന്ന്. പക്ഷെ രാജുവിന്റെ കൂടെ ഞാൻ എത്ര നാൾ ഉണ്ടാകുമോ അത്രയും നാൾ ഞാൻ സുരക്ഷിതയായിരിക്കും. അതെനിക്കുറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.